ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ ഒളിച്ചോടേണ്ടി വന്നിരിക്കുന്നു. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പാലക്കാട് നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ പൊങ്ങിയിരിക്കുന്നു. പാലക്കാട് എത്തി വോട്ട് രേഖപ്പെടുത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പ്രസന്നവദനായി യാതൊരു ഉളുപ്പുമില്ലാതെ ഈ 2 ലൈംഗിക ആരോപണ പരാതികൾ നേരിടുന്ന MLA ആണ്. 15 ദിവസം നമ്മുടെ നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് വരാതെ അവരെ കബളിപ്പിച്ച് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഒളിവിൽ പോയ MLA ആണ്. യാതൊരു ചമ്മലും ആ മുഖത്തില്ല. വളരെ പ്രസന്നവദനായി എന്തോ ക്രെഡിറ്റ് നേടിയ പണികൾ ചെയ്ത MLA ആയി വന്ന് വോട്ട് ചെയ്ത് മടങ്ങിയിരിക്കുകയാണ്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കാത്തത്, അല്ലെങ്കിൽ ഈ 5 മണി സമയം തെരഞ്ഞെടുത്തത് അവരുടെ ഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അങ്ങനെ പാർട്ടിയുടെ തിട്ടൂരമൊന്നും അനുസരിക്കുകയോ അതിനെ വകവെക്കുകയോ ചെയ്യുന്ന സമീപനമല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത് എന്നതുകൂടി നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും അവിടേക്ക് എത്തും എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളും സജ്ജരായിരുന്നു എന്ന് വേണം മനസ്സിലാകാൻ. കൊക്കരക്കോ വെക്കുന്ന കൂവങ്കോഴിയും ആ ശബ്ദവും അതിൻ്റെ ആ രീതിയിലുള്ള ചിത്രങ്ങളും ഒക്കെ ആ പ്രതിഷേധക്കാർ അവിടെ കരുതിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇനിയുള്ള നീക്കം എന്താകും? പൊതുസമൂഹത്തിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പായിരിക്കുമോ? എന്തായാലും തിങ്കളാഴ്ച വരെ സമയമുണ്ട്. അപ്പീൽ പോയിട്ടുണ്ട്. 2ാമത്തെ കേസിൽ ഹൈക്കോടതിയിൽ എന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയുള്ള നീക്കങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭ്യമാണോ? രേണു, എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ് രാഹുലിന്റെ ഇനിയുള്ള നീക്കം. രാഹുൽ എന്തായാലും പോലീസിനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് മുന്നിലേക്ക് വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ 15 ദിവസമായി ഒളിവിൽ കഴിഞ്ഞ രാഹുൽ ഈ പോലീസിന്റെ ഈ നിരീക്ഷണങ്ങൾക്കിടയിലാണ് തന്റെ മണ്ഡലത്തിൽ ഒന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ 2 ദിവസം മുമ്പാണ് രാഹുലിന്റെ ഈ വരവെങ്കിൽ രാഹുൽ അറസ്റ്റിലേക്ക് പോയേനെ, കസ്റ്റഡിയിലേക്ക് പോയേനെ. പക്ഷേ ഇപ്പോൾ എന്തായാലും കോടതിയിൽ നിന്നും അനുകൂല തീരുമാനം രാഹുലിനൊപ്പമുണ്ട്. അതുതന്നെയാണ് രാഹുലിന്റെ ഈ ധൈര്യത്തിന് കാരണവും. ഒപ്പം പാർട്ടിയെ കൂടുതൽ കുഴപ്പിക്കേണ്ട എന്നൊരു ആലോചന രാഹുൽ നടത്തിയിരിക്കാം. അതുതന്നെയാവാം വൈകിട്ട് ഇത് തെരഞ്ഞെടുത്തതിന് കാരണം. ഇന്നലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നപ്പോൾ മുതൽ തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ആകാംക്ഷയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഒളിവ് ജീവിതം അവസാനിപ്പിക്കുമോ എന്നത്. പ്രത്യേകിച്ച് ഇന്ന് വോട്ടെടുപ്പാണ്. പാലക്കാട്ടേക്ക് ആദ്യ വോട്ടറായി എത്തിയ രാഹുൽ തൻ്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എത്തുമോ എന്ന ചോദ്യമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, നമ്മൾ മാധ്യമ സംഘമുണ്ട്, ഒപ്പം തന്നെ രാഹുലിൻ്റെ രാഷ്ട്രീയ പാർട്ടി, രാഹുലിൻ്റെ അനുയായികളുണ്ട്, എതിർ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇവരൊക്കെ കാത്തിരിക്കുകയാണ്. അവർക്കിടയിലേക്കാണ് വൈകുന്നേരം പോളിംഗ് അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രം ശേഷിക്കെ രാഹുൽ വന്ന് കയറി മടങ്ങുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ ചില പ്രതിഷേധങ്ങളും അതിനിടയിൽ അരങ്ങേറിയിട്ടുണ്ടെന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അവരും കാത്തിരിക്കുകയാണ്. മാധ്യമങ്ങളോട് കാര്യമായ പ്രതികരണത്തിലൊന്നുമില്ല. അവർക്ക് ആ തിരക്കിനിടയിലൂടെ രാഹുൽ മടങ്ങിപ്പോയിരിക്കുകയാണ്. എന്തായാലും രാഹുലിന് തൽക്കാലം സ്വതന്ത്രനായി നടക്കാമെന്നതാണ് സാഹചര്യം. അദ്ദേഹത്തിന് നിയമത്തിൻ്റെ പിന്തുണയുണ്ട്. കോടതിയുടെ ഉത്തരവുകൾ അദ്ദേഹത്തിന് അനുകൂലമാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തിരുവനന്തപുരത്തെ 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഈ അപ്പീലിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പീൽ എപ്പോൾ പരിഗണിക്കുമെന്നും വ്യക്തത ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരത്തെ കോടതിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത തിങ്കളാഴ്ചയാണ് രാഹുൽ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തേണ്ടത്. അടുത്ത തിങ്കളാഴ്ച, ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി അദ്ദേഹത്തിന് സ്വതന്ത്രനായി നടക്കാനുള്ള അവസരമുണ്ടാവും. പക്ഷേ ഇതിനിടയിൽ പൊടുന്നനെ പെട്ടെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി പരിഗണിക്കുകയും ഹൈക്കോടതി തീരുമാനമെടുക്കുകയും ചെയ്താൽ ഒരുപക്ഷെ രാഹുൽ വീണ്ടും ഒളിവിലേക്ക് പോകുമോ, അതല്ല രാഹുൽ താൻ മുന്നിൽ തന്നെയുണ്ട്, പോലീസ് അന്വേഷണം നേരിടും എന്ന നിലപാടെടുക്കുമോ എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ പൊങ്ങുന്നത്. കുന്നത്തൂരിലാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. MLA വാഹനത്തിൽ എത്തിയാണ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയത്. നേരത്തെ ഒളിവിലേക്ക് പോയപ്പോൾ MLA വാഹനം ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലേക്ക് പോയത്. ഇപ്പോൾ MLA വാഹനത്തിൽ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി ഇതുവരെ വന്ന ഏക പ്രതികരണം ഒളിവിൽ
പോകുന്നതിന് മുമ്പ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച സത്യം വിജയിക്കും എന്ന വാചകമായിരുന്നു. അതോടൊപ്പം തന്നെ കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യമുണ്ട് എന്ന ഒരു പരാമർശവും നടത്തിയിരുന്നു. അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. രണ്ട് ഏറ്റവും ഗൗരവതരമായ പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ പരാതി അത് ബലാത്സംഗം, റേപ്പ് നടന്നു എന്ന പരാതിയാണ്. വിവാഹ വാഗ്ദാനം നടത്തി റേപ്പ് ചെയ്തു എന്ന അതീവ ഗൗരവതരമായ ആരോപണങ്ങൾ അടങ്ങുന്ന പരാതിയാണ് രണ്ടാമതായി ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടുന്ന സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെട്ടു. പാർട്ടിയുടെ ആരുമല്ലാതെ, പാർട്ടിയിൽ ഒരു അംഗത്വം പോലും ഇല്ലാത്ത MLA ആയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 15 ദിവസത്തിന് ശേഷം പാലക്കാട് തിരിച്ചെത്തിയിരിക്കുന്നത്. ബംഗളൂരുവിലും മൈസൂരുവിലും ഓരോ ഇടങ്ങളിൽ അന്വേഷണ സംഘത്തെ വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അറസ്റ്റ് ഒഴിവായി. അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാനാകില്ല, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം അതുവരെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതിയുടെ ഇടപെടലുണ്ടായി. 24 മണിക്കൂറിനകം പാലക്കാട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തനിക്ക് കാല് കുത്തി നടക്കാൻ പറ്റുമെങ്കിൽ അവിടുത്തെ തന്നെ ജയിപ്പിച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങും എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി 15 ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഏറ്റവും ഉച്ചസ്ഥായിലായ 15 ദിവസം ഒളിവിലേക്ക് പോയത്. അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് ഓരോ ഒളിയിടങ്ങളിലായി മാറി കഴിഞ്ഞത്. അവിടെയും ആഡംബര ജീവിതം നയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ തവണ വീട്ടിൽ അടച്ചിടേണ്ടി വന്നപ്പോൾ രാഹുൽ ഈശ്വറിനെ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ദൈന്യത വെളിപ്പെടുത്തുന്ന, മരുന്നുകൾ കഴിക്കുന്ന അവസ്ഥയൊക്കെ വെളിപ്പെടുത്തുന്ന വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ക്ഷീണവുമില്ല. അന്വേഷണ സംഘത്തെ കബളിപ്പിച്ച് ആഡംബര വസതികളിൽ ഒളിവ് ജീവിതം നയിച്ചു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു ക്ഷീണവുമില്ല, യാതൊരു ചമ്മലുമില്ല, ഒരു ഉളുപ്പുമില്ല. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് സമരമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച് ചിരിച്ച് മാധ്യമങ്ങളെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് വാഹനത്തിൽ കടന്നു പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. CV അനുമോദ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, വളരെ കരുതിക്കൂട്ടിയുള്ള വരവായിരുന്നു. MLA വാഹനത്തിൽ വരുന്നു. വോട്ടിംഗ് അവസാനിക്കാൻ ഏതാണ്ട് 1 മണിക്കൂർ മാത്രമുള്ള സമയം കണക്കാക്കി ആ കൃത്യസമയത്ത് വരുന്നു, വോട്ട് ചെയ്ത് മടങ്ങുന്നു. MLA വാഹനത്തിൽ തന്നെ മടങ്ങി എന്നതാണ് മനസ്സിലാകുന്നത്. ചുരുക്കം വാക്കുകളിൽ മാത്രം, അതായത് കോടതിക്ക് മുന്നിലുണ്ട്, സത്യം ജയിക്കും എന്നതാണ് മറ്റൊരു വാചകം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ 1-2 വാചകങ്ങളിൽ മാത്രം മറുപടി പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ മടങ്ങിയിരിക്കുന്നു. എവിടേക്ക് പോയി എന്നറിയാമോ? പാലക്കാട്ടെ ഓഫീസിലേക്കാണോ പോയിരിക്കുന്നത്? എന്താണ് നമുക്ക് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രേണുക, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ MLA ഓഫീസിലോ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലോ ഇല്ല എന്നാണ് നമുക്ക് ഏറ്റവും അവസാനമായി അറിയുന്നത്. അദ്ദേഹം ചിറ്റൂർ റോഡ് വഴിയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നൊരു വിവരമാണ് ലഭിച്ചിരിക്കുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയുകയില്ല. മാധ്യമങ്ങളുടെ സംഘവും അദ്ദേഹത്തിന്റെ പിന്നിൽ തന്നെ ഉണ്ട്. നമ്മുടെ ക്യാമറാമാൻ പ്രജിത്തും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അല്പസമയത്തിനകം എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും തികച്ചും ആകാംക്ഷയിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആകാംക്ഷ നിലനിൽക്കുന്ന, സസ്പെൻസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർക്കോ ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടവുമായി അടുപ്പമുള്ളവർക്കോ ഇതിലൊരു സ്ഥിരീകരണം നൽകാൻ രാവിലെ മുതൽ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇറങ്ങിയത് മുതൽ വലിയ തോതിൽ തന്നെ പ്രതികരണങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാം രാഹുലിനോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷെ വോട്ട് ചെയ്തിറങ്ങിയ ശേഷം, സ്കൂളിന് പുറത്തിറങ്ങിയ ശേഷം ഒറ്റ വാക്കിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി പറയുകയായിരുന്നു. മറ്റു ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ എല്ലാം കോടതിക്ക് മുമ്പിലുണ്ട് എന്ന് മാത്രം പറഞ്ഞ്, തന്റെ വാദങ്ങൾ കോടതിക്ക് മുമ്പിലുണ്ട്, എല്ലാം കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞ് രാഹുൽ വണ്ടിയിൽ കയറുകയായിരുന്നു. അതിനിടെ വലിയ തോതിൽ തന്നെ പോലീസ്